कृष्णं हरिनेकरसं चिरमभिलषितविलासं कृष्णं हरिनेकरसं हरिनेकरसं चिरमभिलषितविलासं कृष्णं गंजल चलन मनोहर मदन जनित रागम स्फुट कमलोदर खेलित धंजन युगमिव शरदि तडागम कृष्णं हरिनेकरसं चिरमभिलषित विलासं कृष्णं हरिनेकरसं चिरमभिलषित विलासं कृष्णं वदन कमल परिशीलन मिलितमि हिरसमकुण्डल शोभं स्मितरुचिरुचित समुज्ज्वलिताधर पल्लवकृत रतिलोभं कृष्णं हरिनेकरसं चिरमभिलषित विलासं कृष्णं हरिनेकरसं चिरमभिलषित विलासं कृष्णं ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കേട്ടത് 22ാമത്തെ അഷ്ടപതിയാണ്, കല്യാണ അഷ്ടപതിയാണ്. നമ്മൾ റെക്കോർഡ് ചെയ്തതാണ്. ഇത് എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സ്വസ്തികയിലെ എല്ലാ ഗോപികോപന്മാർക്കും വേണ്ടിയിട്ട് നമ്മൾ രാധാഷ്ടമിയുടെ അന്ന് പബ്ലിഷ് ചെയ്തതാണ് ഈ ഒരു അഷ്ടപതി. ഇതുവരെ കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വേഗം കേൾക്കാട്ടോ. യൂട്യൂബിൽ ഉണ്ട് പാട്ട് അഷ്ടപതി. നാളെ ഹരി പ്രബോധിനി ഏകാദശി അല്ലെങ്കിൽ ദേവോദ്ധാന ഏകാദശിയാണ്. വളരെ പ്രധാനപ്പെട്ട ഏകാദശികളിൽ ഒന്നാണ്. ചതുർമാസ്യ അവസാനിക്കുകയാണ്. നാളെ ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് എഴുന്നേൽക്കുകയാണെന്നാണ് പറയുന്നത്. ഇനി വളരെ നല്ല സമയമാണ് എന്നാണ് പറയുന്നത്. യോഗനിദ്രയൊക്കെ അവസാനിച്ചു. ഭഗവാന്റെ ചതുർമാസ്യ എന്ന് പറയുമ്പം വളരെ മോശം സമയമായിരുന്നു. ഭഗവാൻ കണ്ണടച്ചിരിക്കുമ്പോൾ പിന്നെ മുഴുവനും പ്രകൃതിനെ കൺട്രോൾ ചെയ്യുന്നത് മായാദേവിയാണ്. അപ്പോൾ ദേവി പൂർവ്വകാലങ്ങളിൽ ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള എല്ലാ തെറ്റിനും ദേവി ശിക്ഷ വിധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ചതുർമാസ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം. അതിൽ ആദിദൈവികമായിട്ടുള്ള താപങ്ങൾ, അതായത് മഴ, ഉരുൾപൊട്ടല്, ഭൂകമ്പം, കുറേ ദുരിതങ്ങൾ, അതായത് ആദിദൈവികം എന്ന് പറഞ്ഞ താപമാണ്. അത് മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ഈ 3 താപങ്ങളും ഉണ്ടാവും. ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. അപ്പം അതിൽ ആധ്യാത്മികമായിട്ടുള്ള താപങ്ങൾ കൂടുന്ന സമയമാണ് ഈ 4 മന്ത് കഴിഞ്ഞു പോയ സമയം. ഇനി ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചതുർമാസി അവസാനിച്ചു. ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് എഴുന്നേറ്റ് ഇനി നമുക്ക് ഭഗവാന്റെ ദൈവാധീനം കൂടി ഉണ്ടാവും. അപ്പോൾ ഭഗവാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പല അപകടങ്ങളിൽ നിന്നും നമുക്ക് ഭഗവാൻ രക്ഷ നൽകും. ഈ അഷ്ടപതി ചൊല്ലാറുണ്ട് സ്വസ്തിക. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെയുള്ള ദേവോദ്ധാന ഏകാദശിയാണ് നാളെ.
അപ്പം എല്ലാവരും ഏകാദശി എടുക്കുക. കുറേ പേരൊക്കെ സ്കന്ദഷഷ്ടിയൊക്കെ ആചരിച്ചു എന്ന് എനിക്ക് മെസ്സേജൊക്കെ ഇട്ടു. വളരെ സന്തോഷം. എല്ലാവരും ഇങ്ങനെയുള്ള വ്രതാചരണങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ഒക്കെ അതിൻ്റെ ഫലം ഉണ്ടാവും. എന്തിനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിലും ഉണ്ടാകും വ്രത ആചരണങ്ങൾ. ഇതൊക്കെ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മളുടെ ഒരു സ്പിരിച്വലായിട്ടുള്ള ലൈഫിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്പിരിച്വലായിട്ടുള്ള ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ സാമൂഹികമായിട്ടുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊന്നും ഈ സ്പിരിച്വൽ ലൈഫിൻ്റെ ഭാഗം ആവുമെന്ന് എനിക്ക് പറയാൻ കംപ്ലീറ്റ് ആയിട്ട് പറ്റില്ല. നമ്മളുടെ മനസ്സ് ശരീരം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ള ഈ സമൂഹത്തോടെ ഇടപഴകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മൈൻഡിൽ വളരെ സ്ട്രോങ് ആയി മാറാം. ആരുമില്ലെങ്കിലും എന്തില്ലെങ്കിലും എൻ്റെ കൂടെ ഈശ്വരനുണ്ട്. അപ്പോൾ ആര് പറഞ്ഞാലും നമ്മൾക്ക് ആരെ മാത്രമേ ബോധിപ്പിക്കാനുള്ളൂ? നമുക്ക് ഈ സാമൂഹികമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ മുന്നിൽ മാത്രമേ നമുക്ക് നമ്മളെ ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അപ്പം അത് നമ്മൾ പെർഫെക്റ്റ് ആക്കുക. അതിനുള്ള മൈൻഡ് സ്ട്രോങ് ആക്കാനുള്ള പവർ ഭഗവാൻ നമ്മൾക്ക് നൽകണം. കാരണം നമ്മൾ തെറ്റ് ചെയ്യാതിരുന്നാലല്ലേ നമുക്ക് ഭഗവാന്റെ മുന്നിൽ നമ്മൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ പവർ സ്ട്രെങ്ത് എല്ലാം തരണം ചെയ്യാനുള്ള ആ ഒരു കഴിവ് ഭഗവാൻ തരുള്ളൂ. അപ്പം അതാണ് നമ്മളെ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഈ ഭൗതികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് പോകണമെന്നോ എവിടെയെങ്കിലും പോയിട്ട് തപസ് ചെയ്യണമെന്നോ നമ്മുടെ ധാർമ്മികമായിട്ടുള്ള നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും ഒന്നും നിറവേറ്റാതെ ചുമ്മാ നാമം ജപിച്ചുകൊണ്ടിരിക്കണമെന്നോ എവിടെയും ഈശ്വരൻ എവിടെയും പറയുന്നില്ല. ഭഗവത്ഗീതയിലെല്ലാം ഭഗവാൻ പറയുന്നത് നീ നിന്റെ കർമ്മം ചെയ്യാന്നുള്ളതാണ്. നിനക്ക് നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മം നീ ചെയ്യുക, പക്ഷെ അതിന്റെ ഫലം ആഗ്രഹിക്കാതെ എല്ലാം എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന തെറ്റോ ശരിയോ പാപോ പുണ്യോ ഒന്നും നമ്മുടേതല്ല, അത് ഭഗവാനാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അത് നമ്മൾ ഈശ്വരാധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ ജീവിതം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയി മാറും. അപ്പം നമ്മൾ ഈ സമൂഹത്തിൽ പേടിക്കുന്നതും ഭയക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ഇതൊന്നും ആയിരിക്കില്ല ഭഗവാന്റെ മുന്നിൽ ഇഷ്ടം എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണിക്കുന്നതോ നമ്മൾ ഈ പറയുന്നതോ ആയിട്ടുള്ള പെർഫെക്ഷൻ ആയിരിക്കില്ല ഭഗവാന്റെ മുന്നിലെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളും ഈശ്വരന്റെ മുന്നിൽ ഒരുപോലെയാണ്. ഏതാളായിക്കോട്ടെ. ഒരു ദുഷ്ടത ചെയ്യുന്ന ഹിരണ്യകശിപുവിന്റെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തില് വരാഹാവതാരമായിട്ട് എടുത്തുകൊണ്ട് ഭഗവാന് ഹിരണ്യകശിപുവിനെ വധിക്കുന്ന ഭാഗം ഞാൻ വായിച്ചു. അപ്പോൾ ഹിരണ്യകശിപുവിന് എന്തിനാ അങ്ങനെ ഒരു ദുഷ്ടനായിട്ടുള്ള ജന്മം കൊടുത്തത്? അദ്ദേഹത്തിന്റെ പൂർവ്വജന്മ കർമ്മഫലം എരിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ദുഷ്ടനായിട്ട് ജന്മം കൊടുത്തത്. അപ്പോൾ 7 ജന്മം ദുഷ്ടനായിട്ട് ജീവിക്കണോ അതോ 3 ജന്മം പരമദുഷ്ടനായിട്ട് ജീവിച്ചിട്ട് എൻ്റെ കൈകൊണ്ട് മരണം സിദ്ധിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരണമെന്ന് ഭഗവാൻ ചോദിക്കുമ്പോൾ ജയവിജയന്മാർ പറയും 3 ജന്മം മതി, എന്നിട്ട് ഭയങ്കര ദുരോഹമൊക്കെ എല്ലാ ആളുകൾക്കും ചെയ്തിട്ട് ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്തിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ആ ദുഷ്ടന്മാർക്ക് ഭൂമിയിൽ വിലസാനനുസരിച്ച് മായാദേവി അവരിൽ മായാ പ്രയോഗങ്ങൾ ചെയ്യണം. അപ്പോൾ ഇപ്പൊ നമ്മള് സമൂഹത്തിൽ നമ്മൾ ദുഷ്ടത കാണിക്കുന്നു, ക്രൂരന്മാരാണ്, ഇവര് ദ്രോഹികളാണ് എന്നൊക്കെ പറയുന്നവരിൽ എന്താണ് അവരുടെ കർമ്മഫലം? എന്തുകൊണ്ടാണ് അല്ലെ അവർക്ക് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും നന്മ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്? ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മള് എന്ന് പറയുന്നത് വെറും സാക്ഷികൾ മാത്രമാണ്. നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിന്റെ സാക്ഷിയായിട്ട് ഇരിക്കുന്ന പോലെ ശരിക്കും ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ വെറും സാക്ഷികൾ മാത്രമാണ്. എന്തൊക്കെയോ ഭഗവാൻ ചെയ്യിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ കർമ്മ ബന്ധങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഗോലോകത്ത് പോയിട്ട് ഭഗവാന്റെ കൂടെ ഇരിക്കുക, കളിക്കുക, ചിരിക്കുക, ആ എറ്റേണൽ ആയിട്ടുള്ള സ്പിരിച്വൽ വേൾഡിലേക്ക് പോവുക. അപ്പൊ അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ് ഏകാദശി പോലുള്ള വ്രതാചരണങ്ങള്. ഏകാദശി വ്രതം എങ്ങനെ എടുക്കേണ്ടെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ എല്ലാ ഏകാദശി വ്രതത്തിനും ഒരുപാട് മാഹാത്മ്യമുണ്ട്. അപ്പോൾ എല്ലാ ഏകാദശി എടുക്കുന്നതും നല്ലതാണ്. പ്രത്യേകിച്ച് ശുക്ലപക്ഷത്തിലെ ഏകാദശി എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്.
കറുത്ത പക്ഷത്തിൽ എടുക്കാം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകാദശി എപ്പോഴും എടുക്കാം. പുല പീരീഡ്സ് ആയിട്ടിരിക്കണോ ഇതൊന്നും ഏകാദശി എടുക്കുന്നതിന് ഒരു ബാരിയർ അല്ല. നമുക്ക് ഭഗവാന്റെ മുന്നിൽ നമ്മൾ പെർഫെക്റ്റ് ആണ്, ഒരു ശുദ്ധാശുദ്ധങ്ങളും ഇല്ല. അവിടെ സ്ത്രീ എന്നും പുരുഷനെന്നുള്ള ഭേദമില്ല, എല്ലാം ഒന്നാണ്. അപ്പോൾ അതാണ് നമ്മുടെ നാളത്തെ ഏകാദശി. ഇന്ന് ദശമിയാണ്, നാളെ ഏകാദശി രാവിലെ. ഇപ്പൊ ഇതുവരെ അറിയാത്തവര് രാവിലെ 6 മണി മുതൽ വ്രതം എടുത്താൽ മതി. നിർജ്ജലായിട്ട് എടുക്കാം. പാലും വെള്ളവും ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചെടുക്കാം. ഇനി ചാമ പോലുള്ള അരി അങ്ങനെയൊക്കെ കഴിച്ചിട്ടെടുക്കാം. കഞ്ഞിയൊക്കെ വെച്ചിട്ട് കുടിച്ചിട്ടെടുക്കാം. ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളതേ അതിൻ്റെ ഉള്ള അർത്ഥമുള്ളൂ. അരി ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക, ഗ്രെയിൻസ് ഒഴിവാക്കുക, ധാന്യങ്ങൾ ഒഴിവാക്കുക. ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. കഴിക്കണം എന്തിനാന്ന് വെച്ചാൽ ജീവൻ നിലനിർത്താനും നാമം ജപിക്കാനുള്ള പവർ കിട്ടാനും വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്. പിന്നെ വെറും നിർജ്ജലായിട്ടൊക്കെ എടുത്തിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് വെള്ളം പോലും കുടിക്കാതെ എടുത്ത് ലാസ്റ്റ് ആകുമ്പോൾ ഭഗവാന്റെ നാമം പോലും ജപിക്കാൻ വയ്യാതെ ശരീരത്തെ എത്തി ആരും പീഡിപ്പിക്കരുത്. നിങ്ങളുടെ ഹെൽത്ത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഏകാദശി ആചരിക്കാവൂ. എത്രമാത്രം നമുക്ക് നാമം ജപിക്കണം, നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണം, അതിനൊരു തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങൾ ഏകാദശി വ്രതം ആചരിക്കുക. മറ്റന്നാ പാരണ സമയം ഞാൻ ഇട്ടിട്ടുണ്ട്. 6, 16, 10, 12 ഇടയ്ക്കോ അങ്ങനെ എന്തോ ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് അരി എന്താ പറയാ പാരണ വെള്ളം കുടിക്കാം, ഗംഗാതീർത്ഥം കുടിക്കാം, അവലും മലരും വെള്ളത്തിലിട്ട് കുടിക്കാം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടണ തീർത്ഥം കുടിച്ചിട്ടോ എങ്ങനെയാച്ചാൽ നിങ്ങൾക്ക് പാരണ വിടാം. പാരണ വിടുന്നതിന് മുമ്പ് ഭഗവാന് ദക്ഷിണ എന്തെങ്കിലും വെക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ അവർക്ക് ദാനമായിട്ട് പൈസ കൊടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഭഗവാനോ അമ്പലത്തിൽ പോയിട്ട് പൂജാരി ബ്രാഹ്മണന് ഒരു ദക്ഷിണ കൊടുത്താൽ അത് പാരണ വിടുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പാരണ വിടാം, എന്നിട്ട് വ്രതം അവസാനിപ്പിക്കാം. ഇതാണ് നമ്മുടെ ഏകാദശി. ഇന്ന് മീറ്റ് കഴിച്ചു പോയി, നാളെ വ്രതം നിൽക്കാമോ മോളെ? വ്രതം എടുക്കാം. നാളെ രാവിലെ കുളിച്ചിട്ട് വ്രതം എടുത്തോളൂ. ഓക്കെ, ഇനി ഇപ്രാവശ്യം ഞാനൊരു എക്സ്ക്യൂസ് തരാണ്. അടുത്ത പ്രാവശ്യം മുതൽ ദശമി മുതൽ വ്രതം എടുക്കണം കേട്ടോ ഷീബ കയ്യാലത്ത്. ഓക്കെ, അടുത്ത പ്രാവശ്യം മുതൽ ദശമി തൊട്ട് എടുക്കണം. ഈ പ്രാവശ്യം ഞാനൊരു എക്സ്ക്യൂസ് തരാം, നാളെ രാവിലെ മുതൽ വ്രതം എടുത്താൽ മതി. ഓക്കെ, ഇനി ഒത്തിരി വയസ്സ് പ്രായമുള്ള അമ്മമ്മമാർക്കൊക്കെ ആണെങ്കിൽ തീരെ ഒന്നും കഴിക്കാതെ ഒന്നും എടുക്കാൻ പറ്റില്ല. അവർ സാരില്ല, ഏകാദശി ദിവസം നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചോളൂ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് നാമം ജപിക്കുക, ഭാഗവതം വായിക്കുക, നാരായണീയം വായിക്കുക, രാമായണം വായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഏകാദശി ദിവസം നിങ്ങൾ സാധാരണ ദിവസം 10 നാമം ജപിക്കുകയെങ്കിൽ ഒരു 100 പ്രാവശ്യം നാമം ജപിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അമ്മമ്മമാര്, പ്രായമുള്ള അമ്മമാര്, വയ്യാത്ത അമ്മമാരൊന്നും എടുക്കണ്ട കേട്ടോ. നിങ്ങളുടെ സ്നേഹമാണ് ഭഗവാൻ നോക്കുക, അല്ലാണ്ട് നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ശരീരത്തിട്ട് പീഡിപ്പിച്ചിട്ടാണ് എന്നെ സ്നേഹിക്കുക, അങ്ങനെയൊന്നും അല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ പ്യുവറായിട്ടുള്ള സ്നേഹമാണ് ഭഗവാൻ നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല ചേച്ചി, എനിക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല മോളെ, അത് എല്ലാത്തിനും എക്സ്ക്യൂസസ് ഉണ്ട് ഭഗവാന്റെ അടുത്ത്. അത് നിങ്ങൾക്ക് ഭഗവാനോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഭഗവാൻ എക്സ്ക്യൂസ് ചെയ്യുന്ന ആളാണ്. ഭഗവാൻ കരുണാമയനാണ്, ഭഗവാൻ വളരെ സ്വീറ്റാണ്, വളരെ മേഴ്സിഫുൾ ആണ്. ഈ ലോകത്ത് നമ്മളെ ഭഗവാൻ അല്ലാണ്ട് വേറെ ആരും സ്നേഹിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ നമ്മൾ ഇത്തിരിയൊക്കെ തെറ്റൊക്കെ ചെയ്താലും ഭഗവാൻ ഒന്നും ചെയ്യില്ല. ഏകാദശി എടുത്ത് ഇനി ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഭഗവാൻ അത്ര നേരം നിങ്ങൾ എത്രമാത്രം സമർപ്പിച്ചാണ് എടുത്തത് അത് മാത്രമേ ഭഗവാൻ നോക്കുള്ളൂ. അല്ലാണ്ട് അത് കംപ്ലീറ്റ് ചെയ്തോ, അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റിയ ഒന്നുമില്ല. അവിടെ പാപം കിട്ടും, ഇവിടെ പാപം കിട്ടും, അത് ചെയ്യോ ഇത് ചെയ്യോ, ഒന്നുമില്ല. ഒരു പാപമില്ല, ഒന്നുമില്ല. ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിച്ച് എന്ത് ചെയ്താലും അത് ഭഗവാൻ ഒരുപാട് ഇഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഭഗവാന് നിങ്ങളോടുള്ള ഇഷ്ടം കൂടി വരിക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, അതേസമയം എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് സ്വാർത്ഥപരമായ ലക്ഷ്യം കൊണ്ടാണ് ഭഗവാന്റെ പിന്നാലെ നടക്കണമെങ്കിൽ ഭഗവാൻ നല്ലോണം പരീക്ഷിക്കും കേട്ടോ. പിന്നെ എന്താണോ അവിടെ നിന്ന് കിട്ടണത് അത് സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക. ദുഃഖം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, പാപം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതേസമയം എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഭഗവാനെയാണ് വേണ്ടത്, എനിക്ക് ഭഗവാന്റെ സ്നേഹമാണ് വേണ്ടത്, ഭഗവാന്റെ ശ്രദ്ധയാണ് വേണ്ടത്, എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നിങ്ങളുടെ മൈൻഡിലുള്ള സത്യസന്ധമായ മൈൻഡ് അതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അതൊക്കെ ഭഗവാൻ ഇഷ്ടാവും. ആ പ്യോർ ലവ്, ആ നിഷ്കളങ്കമായ ആ സ്നേഹം, അതാണ് ഒരു കൊച്ചുകുട്ടികളുടെ മനസ്സുണ്ടല്ലോ, കള്ളയില്ലാത്ത, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത,
ഈശ്വരനെ പോലും പറ്റിക്കും ചിലര്. പക്ഷെ ഈ ഹൃദയസ്ഥാനത്ത് ഇരുന്ന് നമ്മളെ ഫുള്ള് വാച്ച് ചെയ്യുന്ന ആളെയാണ് പറ്റിക്കാൻ നോക്കുന്നത്. അപ്പോൾ ആള് നല്ലോണം പരീക്ഷിക്കുകയും ചെയ്യും. അതാണ് പുള്ളി. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും വ്രതം എടുക്കുക, ഏകാദശി വ്രതം എടുക്കുക. ഏകാദശി വ്രതം എടുത്തിട്ട് അനുഭവസ്ഥരായിട്ടുള്ള ഒരുപാട് പേര് ഈ 4-5 വർഷമായിട്ട് ഞാനിപ്പോൾ ഈ ഏകാദശി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വന്ന് പറയുന്നുണ്ട്. ഈ കൊച്ച് എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നത്, ഇത് എന്തുവാ എന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും കുറേ പേര് വന്നിട്ട് ഏകാദശി എടുത്ത് നോക്കിയിട്ട് പോകുന്നുണ്ട്. അവർക്കൊക്കെ ഫലവും ഉണ്ടാകുന്നുണ്ട്. അവർക്ക് എന്നോട് വന്ന് താങ്ക്സും പറയുന്നുണ്ട്. ഏകാദശി എടുത്തിട്ട് ഒരുപാട് മാറ്റം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഈ പച്ചക്കുറി കണ്ടോ, എത്ര പേരാന്നറിയോ ഗംഗാ ബുക്സിൽ വിളിച്ചു വെച്ചിട്ട് സ്വസ്തികയുടെ പച്ചക്കുറി ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞത്. ഇത് ഗുരുവായൂർ അമ്പലത്തില് ഈ വേസ്റ്റ് ആയിട്ട് കളയുന്ന പൂക്കളോ ഒക്കെ കൊണ്ടാണ് ഇത്ര ഈ പച്ചക്കുറി ഉണ്ടാക്കണത്. അപ്പൊ കണ്ടോ, ഇന്ന കളർ കുറി മാത്രമേ ഇടാൻ പാടുള്ളൂ, ഇത് മാത്രമേ ഇടാൻ പാടുള്ളൂ. അങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സമൂഹം വെക്കും. ഭഗവാൻ അതൊക്കെ തിരുത്തും. അപ്പോ അത് ആരിലും കൂടെങ്കിലൊക്കെ ആയിരിക്കും ഭഗവാൻ തിരുത്തുക. അപ്പോ നമ്മൾ ഇന്ന് നാരദന്റെ പാതിവൃത്യ പരീക്ഷയും അനസൂയയും സോമൻ, ദത്തൻ, ദുർവാസവ എന്നിവരുടെ ഉത്ഭവമാണ് നമ്മൾ ഇന്ന് ചുമ്മാ ഒരു കഥയും കൂടി കേട്ടിട്ട് ഞാൻ വന്നിട്ട് ഈ ഏകാദശി മാത്രം പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കഥയും കൂടെ, ശ്രീമദ് ഭാഗവതത്തിലെ ഒരു കഥയും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഈ ഭാഗവത ബുക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് വിദ്യാരംഭം പ്രസിദ്ധീകരണത്തിന്റെയാണ്. ഇതിൽ ഒരുപാട് കഥകളുണ്ട്. ഇതുവരെ നമ്മൾ നമ്മൾ അറിയാത്തൊക്കെ ആയിട്ടുള്ള ഒരുപാട് കഥകൾ ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ. നല്ല പുസ്തകമാണ്. വിദ്യാരംഭം പബ്ലിക്കേഷൻസ് 100 വർഷം പഴക്കമുള്ള പബ്ലിക്കേഷൻസ്. ഗംഗാ ബുക്സാരാണ് എനിക്കിത് അയച്ചു തന്നത്. അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗംഗാ ബുക്സിൽ വിളിച്ചാൽ മതി. എൻ്റെ അടുത്ത് ഇപ്പൊ കുറേ ഭാഗവതങ്ങളുണ്ട്. ഓരോന്നും ഓരോ ടൈപ്പാണ്. ചിലതില് കുഞ്ഞായ കുറച്ചേ കഥകൾ ഉണ്ടാവും, ചിലതില് നല്ല എക്സ്പ്ലനേഷൻ ഉണ്ടാവും, ചിലതില് പക്ഷെ ഈ പുസ്തകം ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. എനിക്കിഷ്ടായി. നാരദന്റെ പാതിവൃത്യ പരീക്ഷയും അനസൂയ, സോമൻ, ദത്തൻ, അനസൂയയും അതായത് ആരെയാണ് പാതിവൃത്യം നാരദൻ പരീക്ഷിക്കുന്നതെന്നാണ്. അനസൂയയുടെ പാതിവൃത്യാണ് പരീക്ഷിക്കുന്നത്. അതിലൂടെ 3 പേരുണ്ടാവുന്നുണ്ട്: സോമൻ, ദത്തൻ, ദുർവാസാവ്. നമ്മള് ശ്രീമദ് ഭാഗവതത്തിൽ നോക്കിയാൽ ഭഗവാന്റെ ഒരു പ്രധാനപ്പെട്ട അവതാരാണ് ദത്താത്രേയൻ എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ദത്താത്രേയ മുനിയെ ഫോളോ ചെയ്തിരുന്ന ആളാണ്. അവധൂതനാണ് അദ്ദേഹം. അവധൂത ഗീത എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഗീത തന്നെയുണ്ട്, ദത്താത്രേയ മുനിയുടെയാണ്. അദ്ദേഹമാണ് അത് ഉപദേശിച്ചത്. നമ്മൾ ഒരുപാട് ഗീതകളുണ്ട് കേട്ടോ. അഷ്ടാവക്ര ഗീതയുണ്ട്, ഇതുണ്ട് ഭഗവതി ഗീതയായിട്ട്, ദേവി മഹാത്മ്യുണ്ട്. അപ്പൊ ഗീതകൾ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മളെ ഭഗവാനോട് അടുപ്പിക്കുന്നതാണ്. എല്ലാം ഈശ്വരനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഉപദേശങ്ങളാണ് ഈ ഗീതകളെല്ലാം തന്നെ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഗീതയെ അവധൂത ഗീത, അത് ഉപദേശിച്ചതാണ് ദത്താത്രേയ മുനി. ദത്താത്രേയ മുനി ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു അവതാരമായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. ദത്താത്രേയ മുനിയാണ്. അപ്പൊ ദത്താത്രേയ മുനി ആരുടെ മക്കളായിരുന്നു? അവരെ എന്താണ് ഉത്ഭവം? ആ കഥയാണ്. നാരദമുനിയിലൂടെയാണ് എല്ലാം. നാരദരില്ലാതെ ഒരു സംഭവം ഈ ലോകത്ത് ഉണ്ടാവില്ല. നാരദർ ആരാണ്? ഭക്തോത്തമനാണ് നാരദമുനി. നമ്മളെ ഈ സിനിമയിലും ടിവിയിലും ഒക്കെ വെറുതെ ഈ സീരിയല്, പഴയ പുരാണ സീരിയലൊക്കെ എടുത്തിട്ട് നാരദമുനിയെ വളരെ പരിഹാസ കഥാപാത്രമൊക്കെ എടുത്തിരിക്കുന്നു. എൻ്റെ മാതാജിയൊക്കെ പറയും ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നാരദമുനി ഉണ്ടെങ്കിലേ നമുക്ക് ഭക്തി കിട്ടുള്ളൂ. നാരദമുനി നമ്മുടെ മനസ്സിൽ അവതരിക്കണം, അല്ലെങ്കിൽ നാരദമുനി നമ്മുടെ ഏതെങ്കിലും രൂപത്തിൽ ആരെങ്കിലും രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരണം, എന്നാലേ നമുക്ക് ഭക്തി ഉണ്ടാവുള്ളൂ എന്നാ പറയണേ. നാരദമുനി ഉണ്ടായാലേ ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ. അത്രയും ഏത് പുരാണം എടുത്തു നോക്കിയാലും എല്ലാം നാരദമുനി ആയിരിക്കും അത് താഴെ ഉപദേശിച്ചു കൊടുക്കുന്നത്. എല്ലാം ഭഗവാൻ അവസാനം നാരദമുനിയിൽ എത്തിക്കും. നാരദമുനിയാണ് അത് ലോകം മുഴുവനും നടന്നിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും. 14 ലോകങ്ങളിലും നടന്നിട്ട് ഭഗവാന്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് നാരദമുനി എന്ന് പറയുന്നത്. അത്രയും ഭക്തോത്തമനാണ് നാരദമുനി എന്ന് പറയുന്നത്. നാരദമുനിയിലൂടെയാണ് എല്ലാ മന്ത്രങ്ങളും, എല്ലാ മന്ത്രദീക്ഷയുടെയും എല്ലാ മന്ത്രങ്ങളുടെയും പ്രധാനപ്പെട്ട ആചാര്യൻ നാരദമുനിയാണ്. ഇപ്പോ രാധാ സഹസ്രനാമം ഉണ്ടാവാൻ കാരണം, രാധാ സഹസ്രനാമം നാരദമുനിയിലൂടെയാണ് പ്രചരിക്കപ്പെട്ടത്. അപ്പോൾ നാരദമുനിയാണ് അതിൻ്റെ പ്രധാനമായിട്ട് അത് ഉണ്ടാക്കിയ ആള് നാരദമുനിയാണ്. രാധാ സഹസ്രനാമം വെള്ളാരങ്കല്ലിനെ വേവിക്കുന്ന കഥയല്ലേ? അതന്നെ, വെള്ളാരങ്കല്ല് വേവിക്കുന്ന കഥയാണ്. അതായത് നാരദമുനി
ഒക്കെ ഒരു ദിവസം തോന്നും ഈ ത്രിമൂർത്തികളിലെ അവരുടെ ഭാര്യമാരുടെ പാതിവൃത്തി ഒന്ന് പരീക്ഷിക്കണം എന്ന് തോന്നും. അങ്ങനെ നാരദമുനി നേരെ ആദ്യം ബ്രഹ്മലോകത്ത് ചെല്ലും. അപ്പൊ അവിടെ സരസ്വതി ദേവി ഇരിക്കുന്നുണ്ട്. അപ്പൊ സരസ്വതി ദേവിയുടെ അടുത്ത് നിന്നിട്ട് പറയും, എന്റെ കയ്യിൽ കുറച്ച് വെള്ളാരം കല്ലുകളുണ്ട്. ഈ വെള്ളാരം കല്ലുകൾ ആർക്കാണോ വേവിച്ചെടുക്കാൻ പറ്റണത് അവരുടെ പാതിവൃത്തി അത്രയും ശക്തമായിരിക്കും. അപ്പൊ സരസ്വതി പറയും, എനിക്ക് നല്ല പാതിവൃത്തിയുണ്ട്, ഇങ്ങോട്ട് തന്നോളൂ, ഇപ്പം തന്നെ ഞാനത് വേവിച്ച് തരാന്ന് പറയും. എന്നിട്ട് വേവിക്കുമ്പോൾ കല്ലിന് ഒരു അനക്കം ഉണ്ടാവില്ല. അപ്പോ സരസ്വതി ദേവി ആകെ നാണം കെട്ടുപോകും. അപ്പോ നാരദമുനി പറയും, സാരില്ല, അതെന്തോ കാര്യം ഉണ്ടാവും, എന്തായാലും ഞാനൊന്ന് എന്താ പറയാ വൈകുണ്ഠത്തേക്കൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ വൈകുണ്ഠത്തിൽ പോകും. അവിടെ ലക്ഷ്മി ദേവി ഇരിപ്പുണ്ട്. ആ ലക്ഷ്മി ദേവിയുടെ അടുത്ത് പാതിവൃത്യം പരീക്ഷിക്കാനായിട്ട് വെള്ളാരം കല്ലുകൾ കൊടുക്കും. അപ്പോൾ ലക്ഷ്മി ദേവിയും കൊണ്ടുപോയിട്ട് വേവിക്കുമ്പോൾ വെള്ളാരം കല്ലുകൾക്ക് അനക്കമേ സംഭവിക്കില്ല. അപ്പോ ഈ ആകെ ലക്ഷ്മി ദേവിയും വല്ലാതെ ചടച്ചു, ആകെ നാണം കിട്ടും. അപ്പോൾ നാരദമുനി പറയും, വിഷമിക്കേണ്ട, അതെന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലിന്, ഞാൻ നേരെ ഒന്ന് കൈലാസത്തിലും കൂടെ ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ കൈലാസത്തിൽ കൊണ്ടുപോയി പാർവതി ദേവിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. പാർവതി ദേവി പറയും, ഞാൻ ഇപ്പം ഈ വെള്ളാരക്കല്ലുകൾ വേവിച്ചു തരാം, ഞാൻ ഏറ്റവും പതിവ്രതയായ സ്ത്രീയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോകും. വെള്ളാരക്കല്ലുകൾക്ക് അനക്കമേ ഇല്ല. അങ്ങനെ പാർവതി ദേവിയും വളരെ നിരാശവതിയാകും. അപ്പൊ ഇവരെല്ലാം നിരാശയാകുമ്പോ അവരെ ഭർത്താക്കന്മാരോട് പോയി പറയും, ഞങ്ങളെല്ലാം നാരദമുനിയും വെള്ളാരം കല്ല് കൊണ്ടു തന്നിട്ട് ഞങ്ങൾക്കൊന്നും പാതിവൃത്തി ഇല്ലാന്നായിപ്പോയി, ആളുടെ മുമ്പിൽ നാണം കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഭർത്താക്കന്മാർക്കും ആകെ ഒരു വിഷമാവും കേട്ടോ. അപ്പൊ നാരദമുനി എന്ത് ചെയ്യുമെന്ന് വെച്ചാല് നേരെ വെള്ളാരം കല്ലും കൊണ്ട് അത്രിമുനിയുടെ ആശ്രമത്തിലേക്ക് പോകും. അത്രിമുനിയുടെ അടുത്ത് നിന്നിട്ട് ഇത് പറയും, ഞാനിങ്ങനെ ഈ ലോകത്തെ ഏറ്റവും പാതിവൃത്തിയുള്ള സ്ത്രീ ഏതാണ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഈ വെള്ളാരം കല്ലും കൊണ്ട് നമ്മുടെ ത്രിമൂർത്തികളുടെ ഭാര്യമാര്, അവരാണല്ലേ ഏറ്റവും വലിയ ആൾക്കാര്, അവരെടുത്ത് പോയിട്ടും ഈ വെള്ളാരം കല്ലുകൾ വേവിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ ഈ ആരായിരിക്കും ഈ ഏറ്റവും പാതിവൃത്തിയുള്ള സ്ത്രീ? അത്രിമുനി ചിരിക്കും. എന്നിട്ട് പറയും, എല്ലാം അങ്ങോട്ട് കൊണ്ടാന്ന് പറയും. അനസൂയെ ഇങ്ങോട്ട് വരൂ എന്ന് പറയും. അത്രിമുനിയുടെ ഭാര്യയാണ് അനസൂയ. സപ്തഋഷികളിൽ ഒരാണ് അത്രിമുനി എന്ന് പറയുന്നത്. ഋഗ്വേദത്തിലൊക്കെ അത്രിമുനിയെ കുറിച്ച് പറയുന്നുണ്ട്. അത്രിമുനിയുടെ പ്രധാനപ്പെട്ട കുറേ ശ്ലോകങ്ങളൊക്കെ ഋഗ്വേദത്തിന്റെ 5ാമത്തെ മണ്ഡലത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അത്രി മുനിയെ പറ്റി വേറെ പറയാനാണെങ്കിൽ അത്രിമുനിയുടെ അനസൂയയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രാമായണത്തിലുണ്ട്. രാമായണത്തില് ശ്രീരാമസ്വാമിക്കും സീതാദേവിക്കും ഈ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നത് അത്രിമുനി അനസൂയയും കൂടി ചേർന്നിട്ടാണ്. അത്രിമുനിക്ക് ഒരുപാട് മക്കളുണ്ട് കേട്ടോ. ഈ മുനി എന്ന് പറഞ്ഞ ഉടനെ ഈ ഗൃഹസ്ഥാശ്രമ ജീവിതം ഒന്നും ചെയ്യാതെ ഒതുങ്ങി നിൽക്കുന്ന ആളെന്നല്ല നമ്മുടെ ഇതിൽ അർത്ഥമുള്ളത്. അവർക്ക് ഭഗവാൻ കൊടുത്തിരിക്കുന്നുണ്ട് കുറച്ച് പർപ്പസ്. അതായത് സന്താനം ഉൽപ്പാദി ചെയ്യുക. അത് എന്തിനു വേണ്ടിയിട്ട്? ആ സന്താനങ്ങളെ കൊണ്ട് അറിവ് പ്രചരിപ്പിക്കുക. അന്നത്തെ കാലത്ത് ഈ മുനിമാരിലൂടെയൊക്കെയാണ് അറിവ്, വേദങ്ങള് എല്ലാവരിലും എത്തിയിരുന്നത്. അവർ കാട്ടിലൊക്കെ ഗുരുകുലങ്ങൾ സ്ഥാപിച്ച് ഭാര്യമാരോടുകൂടി കുട്ടികൾ, ഇന്നത്തെ സ്കൂളുകളല്ല, അന്നൊക്കെ ഗുരുകുലമായിരുന്നു. അപ്പോൾ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കുറേ രാജാക്കന്മാരുടെയൊക്കെ കുട്ടികൾ അവിടെ വന്നാ പഠിക്കുക. അവർക്ക് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉപദേശിച്ചു കൊടുക്കുന്ന നമ്മുടെയൊക്കെ ടീച്ചേഴ്സിന്റെ ആ ഒരു സ്ഥാനമാണ് അന്നത്തെ കാലത്ത് ഇതുപോലുള്ള ഋഷിമാർക്കുള്ളത്. ഈ ഋഷിമാരെന്ന് പറയുമ്പോൾ അവര് എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസിമാരെ പോലെ അങ്ങനെയല്ല. അവരാ വർണ്ണാശ്രമ ധർമ്മങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണം. പക്ഷെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ എന്താ പറയാ സാത്വികമായിട്ടുള്ള ജീവിതമായിരിക്കും. വളരെ മിനിമമായിട്ടുള്ള, ഭയങ്കര രാജാവിനെ പോലെ അങ്ങനത്തെ ഇതൊന്നും ആയിരിക്കില്ല. പട്ടുവസ്ത്രങ്ങൾ അങ്ങനെയൊന്നുമില്ല. സാധാരണ പോലത്തെ മരവൂരിയൊക്കെ ധരിച്ച് സാധാരണ ജീവിതമായിരിക്കും അവർക്ക്. പക്ഷെ അവരെല്ലാവരും ഗൃഹസ്ഥാശ്രമ ജീവിതം തന്നെയാണ് ജീവിച്ചിരുന്നത്. അത്രിമുനിക്കൊക്കെ കുറെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അത്രിമുനിയുടെ ഭാര്യയായ അനസൂയ അമ്മ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി, നല്ല സുന്ദരിയായിട്ട് സാരി കൊടുത്ത് കൺമശൊക്കെ എഴുതി പൊട്ടൊക്കെ ഇട്ട് തലമുടിയിൽ പൂവൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ട് നടക്കുള്ളായിരുന്നുള്ളൂ. അപ്പോ ഈ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് നടക്കായിരുന്നു അനസൂയ അമ്മ. അപ്പോ സീതാദേവി കാട്ടിലേക്ക് പോകുമ്പോൾ സീതാദേവി ഇതെല്ലാം ഉപേക്ഷിച്ച് കളയുമല്ലോ. എനിക്കിനി വസ്ത്രങ്ങളും വേണ്ട, മാലയും വേണ്ട, കമ്മലും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇനി ഒരു സന്യാസിനിയെ പോലെ എൻ്റെ ഭർത്താവിന്റെ പിന്നാലെ പോവും. അങ്ങനെ പറഞ്ഞിട്ട് സീതാദേവി കാട്ടിൽ വരുമ്പോൾ അനസൂയമ്മ പറയും, ഇത് എന്താ കാട്ടിലെന്താ ആളുകൾ ജീവിക്കില്ലേ,
നീ നല്ല സുന്ദരിയായിട്ട് തന്നെ നടക്കണം. നീ ഭർത്താവുള്ള സ്ത്രീയാണ്, ഭർത്താവുള്ള സുമംഗലിയായ നീ നല്ല സുന്ദരിയായിട്ട് തന്നെ നടക്കണം. ഇങ്ങനെ സന്യാസിനിയെ പോലൊന്നും നീ നടക്കേണ്ട കാര്യമൊന്നുമില്ല. നീ നല്ല സുന്ദരിയായിട്ട് പൊട്ടൊക്കെ ഇട്ട് കൺമഷിയൊക്കെ എഴുതി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നീ നിന്റെ ഭർത്താവിന്റെ കൂടെ നല്ല സുന്ദരിയായിട്ട് തന്നെ നടക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ആഭരണങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന സീതാദേവിക്ക് കമ്മലും മാലയും വളയും ഒക്കെ ഇട്ട് കൊടുത്തു അനസൂയമ്മ. സ്വന്തം മോളെ പോലെ അനസൂയമ്മ മാലയും വളയും കമ്മലും ഒക്കെ ഇട്ട് കൊടുത്ത് സുന്ദരിയാക്കി സീതാദേവി എന്നാ പറയുന്നത്. സീതാദേവിന്റെ അടുത്ത് അങ്ങനെ ഒരു ഉപദേശം തന്നെ അനസൂയമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഈ കൃഷ്ണന്റെ കഥകൾ പറയുന്നു, ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും രുദ്രാക്ഷം ഇട്ട് നമ്മള് എല്ലാവരും ഇങ്ങനെ കാഷായ വസ്ത്രം ധരിച്ച് അങ്ങനെ നടക്കണമെന്ന് അതിന്റെ അർത്ഥമില്ല. എല്ലാ മതങ്ങളിലും അവരുടെ ഈശ്വരന്റെ കാര്യങ്ങൾ കഥകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും അവരുടേതായ ധാർമ്മികമായ ജീവിതവും ജീവിക്കുന്നുണ്ട്, കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്തിട്ടാണ് അവര് ഈശ്വരനിലൂടെ അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് എത്തണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ പ്രായത്തിലെ ശ്രീ ശങ്കരാചാര്യരെ പോലെയൊക്കെ ആത്മബോധം ഉണ്ടാക്കണം. അതിന് തന്നെ ഈ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിന് പ്രത്യേക ആളുകളെ ഭഗവാൻ തന്നെ സൃഷ്ടിക്കും എന്നാ പറയുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് തത്വബോധം ഉണ്ടാവും എന്നാ പറയുന്നത്. ദൈവീകതയുള്ള ആളുകൾ. നമ്മളെപ്പോലെ കേവല സാധാരണ ആത്മാക്കൾക്ക് ഒരു ചിന്ത ഉണ്ടാവില്ല. നമ്മൾ എല്ലാം കഴിഞ്ഞ് ഈ മായയിലൊക്കെ പെട്ട് കുട്ടിയോളും മക്കളൊക്കെ ആയതിനു ശേഷമായിരിക്കും നമുക്ക് ചിന്ത വരണത്, ഈശ്വരന്റെ ചിന്ത. അപ്പൊ നമുക്കിതൊന്നും ഉപേക്ഷിച്ച് പോവാനും സാധിക്കില്ല. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഭഗവാനിലേക്ക് എത്താനേ പറ്റുള്ളൂ. അല്ലെ പിന്നെ നമുക്ക് ഭഗവാൻ നേരത്തെ ഓർമ്മ തരണമായിരുന്നു. അപ്പൊ എന്താ ഓർമ്മ തരാത്തത്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അപ്പോ നമ്മൾക്ക് എന്താണോ ഭഗവാൻ തന്നത് അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതേ അതിൽ അർത്ഥമുള്ളൂ. അപ്പോ അത്രി മുനിയും അനസൂയയും ചിത്രകൂടത്തിൽ വെച്ചിട്ട് നമ്മുടെ സീതാദേവിയെയും ശ്രീരാമചന്ദ്രനെയും അത്രി സ്നേഹവാത്സല്യങ്ങളോട് പിടിച്ചിരുത്തി ഉപദേശിച്ചു കൊടുത്ത ഐഡിയൽ കപ്പിൾസ് ആണ് അത്രി മുനിയും അനസൂയ അമ്മയും. അപ്പൊ അനസൂയ അമ്മയുടെ അടുത്ത് പറയും, വെള്ളാരം കല്ലുകള് കൊണ്ടുകൊടുത്തു, എന്നിട്ട് ഇത് നീ ഒന്ന് കൊണ്ടുപോയിട്ട് ഇതൊന്ന് വേവിച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അനസൂയ അമ്മ നേരെ കൊണ്ടുപോയി ഇട്ടു. അപ്പൊ തന്നെ അത് വെന്ത് വരികയും ചെയ്തു. അപ്പോ നാരദമുനി പറയൂ, ഈശ്വര എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറയും. അങ്ങനെ അനസൂയ അമ്മ അത് ചെയ്യണ കാണുമ്പോൾ ത്രിമൂർത്തികളുടെ ഭാര്യമാര് 3 പേര് ഇവിടെ താഴത്തുനിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാലും അനസൂയക്ക് ഇത്ര വലിയ പാതിവൃത്യ ശക്തിയോ? അപ്പൊ അസൂയയാണ് തോന്നിയത് ത്രിമൂർത്തികളുടെ ഭാര്യമാരായ ലക്ഷ്മി, പാർവതി, സരസ്വതിമാർക്ക് അസൂയ തോതി. അനസൂയ എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ? അസൂയ ഇല്ലാത്തവൾ എന്നാണ്. അപ്പൊ അസൂയ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്, അതാണ് അവരുടെ മനസ്സിന്റെ ശുദ്ധത എന്ന് പറയുന്നത്. അതാണ് അവരുടെ പാതിവൃത്യ ഭംഗിയായി മാറിയത്. അവർക്ക് അസൂയയില്ല ആരോടത്തും, അവർക്ക് എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ. അതാണ് അവരുടെ മനസ്സിന്റെ ശുദ്ധിയായിട്ട് വന്നത്, അവരുടെ പാതിവൃത്യ ശക്തിയായിട്ട് മാറിയത്. അതാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും ഉണ്ടാവേണ്ട ഗുണം. എല്ലാ സ്ത്രീകൾക്കും അസൂയ ഉണ്ടാവും. അസൂയ ഇല്ലാത്തവര് ദേവിമാർക്ക് വരെ ഉണ്ട് പരസ്പരം അപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ. അപ്പോ അസൂയ ഇല്ലാത്തവൾ, അതാണ് അനസൂയ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത്. ഇത്തിരി നമ്മളെക്കാൾ ഭംഗി ഉണ്ടെങ്കിൽ അസൂയ, ബുദ്ധി ഉണ്ടെങ്കിൽ അസൂയ, വിവരം ഉണ്ടെങ്കിൽ അസൂയ, സൗന്ദര്യം ഉണ്ടെങ്കിൽ അസൂയ, എന്തുണ്ടെങ്കിലും സ്ത്രീകൾക്ക് പൊതുവെ അസൂയ എന്ന് പറയുന്നത് ഞാൻ അടക്കമുള്ള എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് അടക്കാനുള്ള കഴിവിന് അതാണ് പവർ എന്ന് പറയുന്നത്. അത് സ്പിരിച്വൽ പവർ. നമുക്കില്ലെങ്കിൽ എന്താ, നമ്മൾക്ക് വേറെ ഉണ്ടാവും. അതിൽ ആ തൃപ്തി ആ തൃപ്തി എന്നുള്ള ഭാവം നമ്മളിലേക്ക് വരാനുള്ള കഴിവുണ്ടാവണം. പക്ഷെ ഇവിടെ അനസൂയ അമ്മയ്ക്ക് അങ്ങനെ ഒരു ചിന്തയെ വരില്ല എന്നാ പറയണത്. അസൂയ എന്ന് പറയുന്ന വികാരമേ അവർക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് അനസൂയ എന്നുള്ള പേരുള്ളത്. നമുക്കൊക്കെ വികാരം വരും, എന്നിട്ട് നമ്മളത് അമർത്തുകയാണ് ചെയ്യണത്. പക്ഷെ ഇവിടെ അനസൂയ അമ്മയ്ക്ക് അങ്ങനെ ഒരു വികാരമേ ഇല്ല എന്നാ പറയണേ. എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരോടും കമ്പാഷനാണ് അനസൂയ അമ്മയ്ക്ക്. അപ്പൊ അങ്ങനെയുള്ള അനസൂയ അമ്മയുടെ അടുത്ത് അസൂയ തോന്നുകയാണ് ആർക്ക്? ത്രിമൂർത്തികളുടെ ഭാര്യമാർക്ക്. നേരെ ഭർത്താക്കന്മാരുടെ അടുത്തെന്ന് പറയും, ഞങ്ങൾക്കില്ലാത്ത പാതിവൃത്യ ശുദ്ധി അവൾക്കും വേണ്ട, അവളുടെ പാതിവൃത്യവും നിങ്ങൾ പോയിട്ട് നശിപ്പിക്കണം എന്ന് പറയും. അപ്പോ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ ഒരു ഈശ്വര, അത്രിമുനിയുടെ ഭാര്യയുടെ പാതിവൃത്യം നമ്മൾ നശിപ്പിക്കാനോ എന്താ ഈ പറയണേന്ന് പറയും. ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് വിചാരിച്ചാല് അത് നടത്തിയിരിക്കും പെണ്ണുങ്ങള്.
ഭർത്താക്കന്മാർക്ക് പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭാര്യമാര്, ഇത് കേൾക്കണ ആണുങ്ങൾക്കും അറിയാം പെണ്ണുങ്ങൾക്കും അറിയാം, എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അവരുടെ ഭർത്താക്കന്മാർ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ജീവിത അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കും സ്ത്രീകൾ ഇല്ലേ. അപ്പോ അങ്ങനെയുള്ള സ്ത്രീകൾ. അപ്പൊ അതാണ് സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള വീക്ക്നെസ്സസ് ഒക്കെയാണിത്. അപ്പോ ത്രിമൂർത്തിമാരുടെ ഭാര്യമാർ പറയും, എങ്ങനെയെങ്കിലും പോയിട്ട് അവരുടെ പാതിവൃത്തി ഇല്ലാണ്ടാക്കിയിട്ട് വന്നാ മതി, ഇപ്പൊ തന്നെ പൊയ്ക്കോണം. വൈകുണ്ഠത്തുനിന്ന് ഭഗവാനെ ഇറക്കി വിട്ടു, ബ്രഹ്മാവിനെ ഇറക്കി വിട്ടു, മഹാദേവനെ ഇറക്കി വിട്ടു. മൂന്നാളും തമ്മിൽ ആലോചിച്ചു, എന്താ ഇവര് പറയണത്? അത്രിമുനിയുടെ ഭാര്യ അനസൂയാമ്മ, ഏറ്റവും ഉത്തമകളിൽ ഉത്തമയായ സ്ത്രീകളിൽ ഒരാളാണ് അവര്. അവരുടെ പാതിവൃത്യം പോയിട്ട് ഇല്ലാതാക്കാനോ എന്തൊക്കെയാ പറയണത്? അപ്പൊ അവര് വിചാരിച്ചു, ഇത് നമ്മൾക്ക് കാര്യം സാധിക്കുകയും ചെയ്യണം, എന്നാ ഇതിലെ ധാർമ്മികതയ്ക്ക് ഒരു കോട്ടം തട്ടാനും പാടില്ല. അല്ലാത്ത രീതിയിൽ വേണം ഈ കൈകാര്യം ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾക്ക് ലോകം തന്നെ നമ്മളെ ഇപ്പോ ഈശ്വരന്മാരായിട്ട് ആരാധിക്കുന്ന നമ്മളെ തന്നെ കാർക്കിച്ചു തൂക്കും, ഒരു സ്ത്രീയുടെ പാതിവൃത്യം പോയി നശിപ്പിക്കേ. അപ്പോ വളരെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണിത്. അത് വളരെ യുക്തിപരമായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് മൂന്ന് പേരും തമ്മിൽ ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പൊ മൂന്ന് പേരും അവധൂതന്മാരുടെ വേഷം എടുത്തു. എന്നിട്ട് നേരെ അത്രിമുനിയുടെ ആശ്രമത്തിലേക്ക് നടന്നു. അവധൂതന്മാരെന്ന് പറയുമ്പോൾ അറിയാലോ, അവരധികം ഡ്രസ്സൊന്നും ഇടില്ല, മൊത്തം ഭസ്മൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പ്രാകൃതരായിട്ടായിരിക്കും നടക്കുക. അവധൂതന്മാർക്ക് അങ്ങനെ ശരീരബോധമേ അവർക്കില്ല എന്നാ പറയുന്നത്. അങ്ങനെയുള്ളവർ അവധൂതന്മാരാവുക. അവര് ഡ്രസ്സ് ഇടുക അതൊന്നും ഇല്ല അവർക്ക്. അവര് ശരീരം മൊത്തം ഭസ്മൊക്കെ ഇതാക്കിയിട്ട് അവർക്ക് അങ്ങനെ ഒരു അശുദ്ധം കുളിക്കുക, രാവിലെ എണീക്കുക, പല്ലിക്കുക, കുളിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ ബുദ്ധിയും ജ്ഞാനവും അറിവും ഒക്കെ ഭയങ്കരമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അവധൂതന്മാരായി മൂന്ന് പേരും മാറി. എന്നിട്ട് നേരെ അത്രിമുനിയുടെ ആശ്രമത്തിലേക്ക് പോകും. എന്നിട്ട് നേരെ അത്രിമുനിയാണെങ്കിലോ അപ്പോ ദേശാടനത്തിന് പോയിരിക്കുക. അത്രിമുനി ആശ്രമത്തിലില്ല, അനസൂയ മാത്രമേ ഉള്ളൂ. അപ്പോ അനസൂയമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവധൂതന്മാര് വന്നിട്ട് ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞിട്ട് പുറത്ത് നിൽക്കും, ഞങ്ങൾക്ക് എന്തെങ്കിലും ഭിക്ഷ തരണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോ അനസൂയമ്മ പറയും, ഒന്ന് നിക്കൂട്ടോ, ഞാൻ അകത്ത് പോയിട്ട് എന്തെങ്കിലും എടുത്തിട്ട് വരാന്ന് പറഞ്ഞാൽ അകത്ത് പോകുമ്പോ ഇവര് മൂന്നുപേരും അനസൂയമ്മയുടെ പിന്നാലെ അകത്തേക്ക് കയറും. അകത്തേക്ക് കയറുമ്പോ അനസൂയമ്മ പേടിച്ചു പോകും. ഇതെന്താ മൂന്ന് ആണുങ്ങൾ വന്നിട്ട് മുന്നിൽ നിൽക്കാം. എന്നിട്ട് പറയും, ഞങ്ങള് സ്ത്രീകളിൽ നിന്ന് ദാനം വാങ്ങും, പക്ഷെ ഞങ്ങളെ എല്ലാം ഊരിക്കളഞ്ഞ് നഗ്നരായി നിന്നിട്ട് ഞങ്ങൾ ദാനം വാങ്ങുള്ളൂ, അങ്ങനെയുള്ള ഞങ്ങൾക്ക് വേണം ദാനം തരാന്ന് പറയും. അപ്പൊ പാതിവൃതയായ ഒരു സ്ത്രീയുടെ മുന്നിൽ അന്യനായിട്ട് ഒരു പുരുഷൻ നഗ്നനായി നിൽക്കാന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പാതിവൃത്യം പോകുന്നാ പറയണത്. അപ്പോ അനസൂയമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ അനസൂയമ്മ, ഇത് ഇവരെന്താ പറയണത് മൂന്ന് പേരും കൂടി വന്നിട്ട്? അപ്പോ ആകെ കൺഫ്യൂഷൻ ആവും. അവിടെയാണെങ്കിൽ അത്രിമുനി ഇല്ല. എന്തെങ്കിലും കാര്യമായിട്ട് ഭർത്താവിനോട് ഒന്ന് അഡ്വൈസ് ചോദിക്കാന്ന് വെച്ചാൽ അവിടെ അത്രിമുനിയും ഇല്ല. അപ്പൊ ആരോടപ്പ ചോദിക്കുക? അനസൂയമ്മ ഭയങ്കര തപസിദ്ധിയുള്ള ആളാണ്. അനസൂയമ്മ യോഗസിദ്ധിയൊക്കെ ഉള്ള ആളാണ്. ഭർത്താവ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രിമുനി ആരാണ്? അപ്പൊ അദ്ദേഹം തന്റെ ഭാര്യയ്ക്ക്, നമ്മൾ പറയും പണ്ടത്തെ സ്ത്രീകൾക്ക് വേദം അറിയില്ല, മെഡിറ്റേഷനും ഒന്നും ഇല്ല, അവരെപ്പോഴും അടുക്കളയിൽ കുട്ടികളെ നോക്കി നടക്കണം, അങ്ങനെയൊന്നും അല്ലെന്നില്ല. അനസൂയ അമ്മയെ പോലുള്ള വളരെ ജ്ഞാനികളായിട്ടുള്ള സ്ത്രീകള്, മാതങ്കി, അനസൂയ അമ്മ, അങ്ങനെയുള്ള വലിയ വലിയ വളരെ അറിവുള്ള കുറെ സ്ത്രീകള് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ അനസൂയമ്മയ്ക്ക് എല്ലാം അറിയാം, എല്ലാ വേദജ്ഞാനവും ഉള്ള ആളാണ്. അതുപോലെ നമ്മുടെ ഗൗതമ മുനിയുടെ ഭാര്യയായിട്ടുള്ള ലോപാമുദ്ര അമ്മയിലൂടെയാണ് ഇപ്പോ ലളിതാ സഹസ്രനാമം, ഇപ്പൊ നിങ്ങളൊക്കെ ജപിക്കുന്ന ലളിതാ സഹസ്രനാമം ഇത്രയും പ്രചരിക്കാനായിട്ട് കാരണമായത് ലോപാമുദ്ര അമ്മയാണ്. ലോപാമുദ്ര അമ്മയാണ് കാവേരി അമ്മ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. കാവേരി നദിയായിട്ട് ഒഴുകണത് ലോപാമുദ്ര അമ്മയാണ്. ഗൗതമ മുനിയുടെ ഭാര്യയായ ലോപാമുദ്ര അമ്മ ദേവിയുടെ അംശ അവതാരങ്ങളിൽ ഒന്നാണ്. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു, ഒരുപാട് കഴിവുകളുള്ള സ്ത്രീകള്. അപ്പോ നമ്മുടെ അത്രിമുനിയുടെ ഭാര്യയായ അസൂയ ഒന്നുമില്ലാത്ത പാവ അമ്മ അനസൂയമ്മ എന്തപ്പ ചെയ്യാ? അവര് കണ്ണടച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്തു. അപ്പൊ തന്നെ ഭയങ്കര സിദ്ധിയാണ്, പവർഫുൾ ആണ്. അതിന് തന്നെ മനസ്സിലായി ആരാണ് ഫ്രണ്ടിൽ വന്ന് നിക്കണെന്നുള്ളത്. ത്രിമൂർത്തികളാണ് മൂന്ന് പേര് വന്ന് നിക്കണെന്നുള്ളത് ആ യോഗ സിദ്ധി കൊണ്ട് തന്നെ മനസ്സിലായി.
പക്ഷേ പുറത്ത് കാണിച്ചില്ല. ആ പറഞ്ഞു. അവിടെ അമ്മയും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വളരെ യുക്തിപരമായിട്ട് തന്നെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തു. ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം, പക്ഷേ നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ എന്താ പറയാ, എൻ്റെ കുട്ടികളായി മാറണം, എൻ്റെ കുഞ്ഞുങ്ങളാക്കി ഞാൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാമെന്ന് പറയും. അപ്പോൾ പറഞ്ഞു തീർന്നില്ല, യോഗസിദ്ധി കൊണ്ട് ത്രിമൂർത്തികളെയും കുഞ്ഞു ശിശുക്കളാക്കി മാറ്റി എന്നാണ് പറയുന്നത്. അത്ര പവർഫുൾ ആണ് അവരുടെ യോഗസിദ്ധി, അവരുടെ ആ ഒരു കഴിവ് എന്ന് പറയുന്നത്. 3 തൊട്ടിലും കെട്ടി 3 എണ്ണത്തിനെ അതിലിട്ടു. കേ 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 എന്ന് പറഞ്ഞിട്ട് ത്രിമൂർത്തികൾ കടന്ന് കരയാണ്, കാലും കൈകിട്ട് അടിച്ചിട്ട്. എന്നിട്ട് 3 പേർക്കും അനസൂയമ്മ പാല് കൊടുത്തു, ഭക്ഷണം കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. പാതിവൃത്യം, വേറൊരു പുരുഷന്റെ ഭാര്യയുടെ പാതിവൃത്യം കളയണമെന്ന് പറഞ്ഞിട്ട് ത്രിമൂർത്തികളുടെ ഭാര്യമാര് വിട്ടു. ആ ഭാര്യമാരിപ്പോ ഇരുന്ന് കരയാണ് ഭർത്താക്കന്മാരെ കാണാണ്ട്. എൻ്റെ മഹാദേവൻ എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിനെ കാണുന്നില്ലല്ലോ, എത്ര ദിവസമായി. കൈലാസത്തില് മഹാദേവനില്ല, വൈകുണ്ഠത്തില് ഭഗവാനില്ല, ബ്രഹ്മലോകത്ത് സരസ്വതി ദേവി ഇരുന്ന് കരയുന്നുണ്ട്. ഇനി എന്താ ചെയ്യാ? സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ പ്രശ്നത്തിലാവുമല്ലോ. എന്താ ചെയ്യാ? അങ്ങനെ 3 പേരുടെയും ഭാര്യമാര് പോയിട്ട് നാരദമുനിയോട് പറയും. നാരദമുനി, അദ്ദേഹം എവിടെ പോയി അവര്? അപ്പൊ നാരദമുനി പറയും, നിങ്ങളല്ലേ പണി ഒപ്പിച്ചത്, ഇപ്പൊ 3 തൊട്ടിലായിട്ട് കിടന്ന് കരഞ്ഞു കിടക്കുന്നുണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാര്, പോയിട്ട് അനസൂയാമ്മയുടെ വീട്ടിൽ പോയി നോക്കാൻ പറയും. അപ്പോ ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും പാർവതി ദേവിയും പോയി നോക്കുമ്പോ ഭർത്താക്കന്മാര് കൈയും കാലിട്ട് അടിച്ച് കരയ്യ. അനസൂയമ്മ പാലും പഴവും ഒക്കെ കൊടുക്കാണ്. അപ്പോ എന്താ ചെയ്യാ? നാരദമുനി എന്താ ചെയ്യാ? പോയിട്ട് വീഴാ, ആ തൃപ്പാദങ്ങളിൽ വീഴൂ. മഹാസാത്വികയായ ദേവി സ്ത്രീയുടെ പാദത്തിൽ പോയി വീണ് മാപ്പ് പറയൂ. എന്നാ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചു കിട്ടുമെന്ന് പറയും. അപ്പോ ത്രിമൂർത്തിമാരുടെ ഭാര്യമാരെ ഞങ്ങൾ പോയിട്ട് സാധാരണ ഒരു ഋഷിയുടെ ഭാര്യയായിട്ടുള്ള അനസൂയമ്മയുടെ കാലിൽ വീഴുകയോ? അപ്പൊ പറയും, അതാണ് അവരുടെ പവർ. അവരുടെ പവർ അതാണ്. അവര് ഭർത്താവിനെയാണ് ഭഗവാന്റെ രൂപത്തിൽ കാണുന്നത്, ഈശ്വരനായിട്ട് കാണുന്നത്. അവരുടെ യോഗസിദ്ധി, അവരുടെ അറിവ്, അതൊക്കെ കൊണ്ട് അവർക്ക് പവർ ഉണ്ടായി. അവരിപ്പോ നിങ്ങളെപ്പോലെ അത്രയും പവറുള്ള സ്ത്രീയായി മാറിയിട്ടുണ്ട്. അവര് പോയിട്ട് അവരുടെ കാലി വീഴൂ എന്ന് പറഞ്ഞു. അപ്പോ ത്രിമൂർത്തിമാരുടെ ഭാര്യമാരാകെ നാണം കെട്ട് അനസൂയമ്മയുടെ അടുത്ത് പോയിട്ട് കരയാൻ തുടങ്ങും. ഞങ്ങളാണ് കാരണം, ഞങ്ങളുടെ ഭർത്താക്കന്മാർ പാവാണ്, അവരെ ഞങ്ങൾക്ക് തിരിച്ചു തരണം, അമ്മയുടെ കാലിൽ വീണ് ഞങ്ങൾ മാപ്പ് പറയണം അമ്മേ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറയും. അപ്പോൾ അനസൂയമ്മ പറയും, അയ്യോ പുത്രിമാരെ നിങ്ങൾ കരയാതിരിക്കൂ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് 3 പേരെയും തൊടുമ്പോൾ 3 പേര് തിരിച്ച് ത്രിമൂർത്തികളായി മാറും. എല്ലാവരും അമ്മയുടെ തൊഴുത് അമ്മയായി മാറിക്കഴിഞ്ഞു. ത്രിമൂർത്തിമാരുടെ അമ്മയായി മാറി ഇപ്പൊ അനസൂയമ്മ. അപ്പൊ ആരാണ് അവര്? അപ്പോ അനുഗ്രഹിക്കും. എത്ര പവറുള്ള ഒരു സ്ത്രീയോ അനസൂയ ദേവി. അപ്പോ അമ്മേ, ഞങ്ങളെ 3 പേരും അമ്മയ്ക്ക് ആ കുട്ടികളായിട്ട് തൊട്ടിലിൽ കിടന്നവർ അങ്ങനെ തന്നെ കിടന്നു. അവരെന്നുള്ള ചൈതന്യാണ് ത്രിമൂർത്തികളായിട്ട് അവരവരുടെ ഭാര്യമാരുടെ അടുത്തേക്ക് പോയി നിന്ന്. അപ്പൊ കുട്ടികൾ അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പൊ പറയും, ഇത് അനസൂയാമ്മേ, ഞങ്ങൾ അമ്മയെ അനുഗ്രഹിക്കുകയാണ്, ഞങ്ങളുടെ എല്ലാവരുടെ ഓരോ അംശത്തെ അമ്മയുടെ ഭാവത്തിൽ ഞങ്ങൾ അങ്ങേ സ്വീകരിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ അംശമായിട്ട് അനസൂയാമ്മയ്ക്ക് ഉണ്ടാവുന്ന കുട്ടിയാണ് ചന്ദ്രൻ, സോമൻ. നമ്മുടെ ചന്ദ്രൻ, മൂൺ ഗോഡ് എന്ന് പറയുന്നത് അനസൂയയുടെ മകനാണ്. അതുപോലെ ദത്തൻ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൽ നിന്നുണ്ടാകുന്ന പുത്രൻ മഹാജ്ഞാനിയായി മാറും, മഹാഭക്തനും ജ്ഞാനിയായിട്ട് മാറും. ഈ ലോകത്തിന് മുഴുവൻ അറിവ് കൊടുക്കണ വലിയ ആളായിട്ട് മാറും എൻ്റെ മകൻ, അമ്മയുടെ അനുഗ്രഹം കൂടെ കൊണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ദത്തൻ അത്രിയുടെ മകനായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ദത്താത്രേയൻ എന്നുള്ള പേരിട്ടി. ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ അവതാരമാണ്. അതുപോലെ ശിവാംശത്തിൽ നിന്ന് അനസൂയക്ക് ലഭിക്കുന്ന മകനാണ് ദുർവാസാവ്. നീ ആരുടെ അടുത്താണോ, നിന്നോട് ആരാണോ ശത്രുത പുലർത്തുന്നത് അവന്റെ പകുതി ബലം കൂടി ഈ പുത്രനോട് ആരാണോ ശത്രുത പുലർത്തുന്നത് അയാളുടെ പകുതി അറിവും കഴിവും സിദ്ധിയും എല്ലാം ഇദ്ദേഹത്തിന് കിട്ടും. അങ്ങനെ ഒരു അനുഗ്രഹം കൂടി മഹാദേവൻ കൊടുത്തു. അങ്ങനെ മഹാദേവന്റെ പുത്രനായിട്ടാണ്
ആ ദുർവാസാവ് അത്രി മുനിക്ക് പിറക്കുന്നത്. ഇങ്ങനെയാണ് 3 പേര് ജനിക്കുന്നത്. അത്രി ദത്താത്രേയൻ, പിന്നെ ദുർവാസാവ്, പിന്നെ മൂൺ ഗോഡ് സോമൻ, ചന്ദ്രഭഗവാൻ. അങ്ങനെ 3 പേര് അനസൂയ അമ്മയ്ക്ക് ത്രിമൂർത്തികൾ നൽകുന്ന വരദാനായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞില്ലേ? അപ്പൊ അതാണ് ഇതിനെല്ലാം കാരണം ആരാണ്? ലാസ്റ്റ് ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം ആദ്യ കാരണഭൂതൻ ആരാണ്? അത് പറയാ. അത് പറയണവർക്ക് ഒരു സമ്മാനമുണ്ട്. ആരാണ്? ഇതെല്ലാം ഉണ്ടാവാൻ കാരണക്കാരൻ ആരാണ്? ഈ 3 പേരും ജനിക്കാൻ കാരണക്കാരൻ ആരാണ്? ഭഗവാനാണ്. പക്ഷെ അത് ബുദ്ധി ഉണ്ടോ നോക്കട്ടെ. ആരും പറയുന്നില്ലേ? ആർക്കും മനസ്സിലായില്ലേ കഥ? കണ്ണൻ. കറക്റ്റ്. ഷീല പിള്ളൈ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഷീല പിള്ളയുടെ ആൻസർ ആണ് കേട്ടോ. നാരദ മഹർഷി അല്ലേ? ഇപ്പോഴും ഉണ്ട് നമുക്ക് ചുറ്റും നാരദന്മാർ, നമ്മളൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ. നാരദ മഹർഷി. അപ്പൊ എല്ലാത്തിന്റെ ആദി കാരണഭൂതൻ ആരാണ്? നാരദമുനിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി നാരദമുനിയെ റെസ്പെക്ട് ചെയ്യണം കേട്ടോ. ശ്രീമദ് ഭാഗവതം എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഗുരുസ്ഥാനത്ത് കാണേണ്ട ഒരാളാണ് നാരദമുനി. നാരദമുനിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗവതം വായിച്ചാലും ഭക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നാരദമുനിയുടെ അനുഗ്രഹം ഉണ്ടാവണം. എല്ലാവർക്കും നാരദമുനിയുടെയും അത്രി മഹർഷിയുടെ, അനസൂയ അമ്മയുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ത്രിമൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പാർവതി ദേവിയുടെ, ലക്ഷ്മി ദേവിയുടെ, സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.